മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. പനയത്താംപറമ്പിൽ ആൽമരത്തിന്റെ വൻ ശിഖരം പൊട്ടിവീണ് വൈദ്യുതി തൂൺ തകർന്നു. മട്ടന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി റോഡിലേക്ക് വീണ മരം മുറിച്ചുമാറ്റി. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. പനയത്താംപറമ്പ് ടൗണിനോട് ചേർന്ന് ചാലോട് റോഡിലുള്ള ആൽമരങ്ങളാണ് നാടിന് ഭീഷണിയായി മാറുന്നത്. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആൽമരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായെന്ന് നാട്ടുകാർ പറയുന്നു. കാലാകാലമായിട്ട് ഈ ആൽമരം കൊണ്ട് കിണറിലെ വെള്ളം, വീടിന് ഭീഷണി, പിന്നെ കാൽനട യാത്രക്കാർക്ക് വിഷമം ഒക്കെയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ മരം മുറിച്ചു മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെടുന്നു. കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിലും കൂടുതലായിട്ട് അടുത്തടുത്തുണ്ട്. അതിലുള്ള കൂട്ടർക്കും കൂടി ഭീഷണിയായി നിലനിൽക്കുകയാണ്. സമീപത്തെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ആൽമരം ഭീഷണിയായി മാറുകയാണെന്നും ഇവർ പറയുന്നു. നമ്മൾ പറയുന്നത് മുറിക്കണം എന്നിട്ട് പരാതിയെല്ലാം കൊടുത്തിന് ആരും അത് സ്വീകരിച്ചിട്ട് അതിനൊരു നടപടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം കിണറിലാങ്കിൽ ചുറ്റുവട്ടം വേര് താണിട്ട് വെള്ളമെല്ലാം വറ്റി വരുന്ന ഒരര പട വെള്ളമേ ഇപ്പം കിണറിലുള്ളൂ. അതിനെല്ലാം ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കണം ബന്ധപ്പെട്ട അധികാരികളെന്നാണ് പറയുന്നത്. പിന്നെ കാറ്റും മഴയും വരുമ്പോൾ തീരെ ഈ വീടേ ഉണ്ടാവില്ല. ഒരുപാട് കൊമ്പ് വീട്ടിനോട് ചാഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആലെന്നെ മുറിച്ച് മാറ്റണം എന്നാണ് പറയുന്നത്. മരം പൊട്ടി വീണതിനെ തുടർന്ന് അരമണിക്കൂറോളം ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി. പ്രദേശത്ത് വൈദ്യുതി ബന്ധവും നിലച്ചു. KCB ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. രാവിലെ കൊമ്പ് പൊട്ടി വീഴുന്ന സമയത്ത് കാൽനടയാത്രക്കാരും വാഹനങ്ങളും ഇതുവഴി കടന്നു പോകാത്തത് കൊണ്ട് മാത്രമാണ് വൻ അപകടം ഒഴിവായതെന്നും എത്രയും പെട്ടെന്ന് അപകട ഭീഷണി ഉയർത്തുന്ന ആൽമരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പനയത്താംപറമ്പിൽ നിന്ന് ചാലോടേക്ക് പോകുന്ന വഴിയിൽ ഈ വഴിയോരത്ത് കുറേ ആൽമരങ്ങളുണ്ട്. വളരെ പഴക്കം ചെന്ന ആൽമരങ്ങളാണ്. ഇത് നമ്മളെ ഈ പ്രദേശത്തിന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. തണലുണ്ടെങ്കിലും പക്ഷേ ചുറ്റുവട്ടത്തുള്ള വീടുകൾക്ക് വേര് തിങ്ങിയിട്ട് ഇത് തറകളിലേക്ക് വന്ന് വീടിന് തന്നെ ഭീഷണിയായിട്ടുണ്ട്, കിണറിലേക്ക്. അതുപോലെ ഇന്നിപ്പോൾ ഇവിടെ നടന്നത് ഒരു 8:30 മണിയോട് കൂടിയിട്ട് വൻ അപകടമാണ് ഇല്ലാണ്ടായിട്ടുള്ളത്. കാരണം വഴിയാത്രക്കാരും അതുപോലെ തന്നെ വാഹനങ്ങളും ഇല്ലാത്ത സമയത്താണ് ഈ മരം പൊട്ടിയിട്ട് വൈദ്യുതി കമ്പീൻ്റെ മേലെ വീണ്ടുള്ളത്. ആ സമയത്ത് ഈ ചുറ്റുവട്ടത്തുള്ള ആരും ഇവിടെ ഇല്ലാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. ഇത് ബന്ധപ്പെട്ട അധികൃതർക്ക് PWDയിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വ്യക്തമായ ഒരു മറുപടി, മുറിച്ചു മാറ്റാനുള്ള ഒരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. അടിയന്തരമായും ഇത് മുറിച്ചു മാറ്റി മറ്റുള്ള രീതിയിലേക്ക് അപകടം ഒഴിവാക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെടുകയാണ്. ഡയമണ്ട് ടൈൽ ഗാർഡ്, കറയും പൂപ്പലും ഇനി വഴിക്ക് വരില്ല. ഇനി എല്ലാവരും ചോദിക്കും ഏതാ പെയിന്റ് എന്ന്. ഡയമണ്ട് ടൈൽ ഗാർഡ് ഫ്രം ഡയമണ്ട് പെയിന്റ്സ്.